ഇപ്പം എങ്ങനെയുണ്ട് ലൊക്കേഷൻ എങ്ങനെ പോകുന്നു, അതായത് സീരിയൽ എങ്ങനെ പോകുന്നു? എനിക്ക് തോന്നുന്നു യുവ നായകനകത്തല്ലേ? യുവ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും അവൻ വിടും. അവനത് ചെയ്യുന്നില്ല, അവനും വേറെ പ്രൊജക്ട് ഇങ്ങനെ മുന്നേ പറഞ്ഞായിരുന്നു സുന്ദരി വിടാനുള്ളത്. അല്ല, അങ്ങനെ പോകുമ്പോഴത്തേന് ആ ക്യാരക്ടർ വൈസ് വെച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് അപ്പോൾ വേറെ ആളെ കണ്ടുപിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായി വരത്തില്ല? അപ്പോൾ അത് സീരിയലിനെ ബാധിക്കത്തില്ലേ? അത് സീരിയലിപ്പോൾ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പ്രൊഡ്യൂസറിനെ ബാധിക്കില്ലേ? പ്രൊഡ്യൂസറിനെ ബാധിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സീരിയലുകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ്? ഫിനാൻഷ്യലി ആണോ അതോ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ സൈഡാണോ? ഡയറക്ടർ സൈഡ് കാണും, പ്രൊഡ്യൂസർ സൈഡ് കാണും, എല്ലാവരുടെ സൈഡും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഡയറക്ഷൻ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർ സൈഡ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ അല്ല, എല്ലാവരും അരാപരം വർക്ക് നടന്നു പോകണമെന്നില്ല. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 3 കൊല്ലം അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി വന്നു. വർക്ക് ചെയ്യണ കാര്യം ഒരു തീരുമാനം ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ബുദ്ധിമുട്ട് എങ്ങനെയുള്ള ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടാണോ അതോ അല്ലെങ്കിൽ സീരിയസ്ലി നമുക്ക് തുറന്നു പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല? കാര്യം എന്താണ് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നം? ആദ്യമൊക്കെ ഇച്ചിരി ലേറ്റായിരുന്നു, ക്യാഷൊക്കെ വരാറുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഫിനാൻഷ്യലി അല്ല, ഇപ്പോൾ സെറ്റിനകത്താണ് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഡയറക്ഷൻ ഞാൻ പറയാൻ കാരണം എനിക്കിത് പറയണമെന്നുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ. കാര്യം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഡേ ഞാൻ സുന്ദരിയുടെ ലൊക്കേഷനിൽ വന്നപ്പോൾ എൻ്റെ ഡയറക്ടർ നമ്മുടെ ദിവ്യൻ ചേട്ടൻ, അദ്ദേഹം പാവമാണ്, നമ്മുടെ സന്ധ്യയുടെ മകൻ. അദ്ദേഹം ഇത്രയും പാവം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് പൊയ്ക്കോളാനാണ് പറഞ്ഞത്. ചേച്ചിയും കുഴപ്പമില്ല, ലാൻഡർ ചേട്ടനും കുഴപ്പമില്ല. പിന്നെ ഡയറക്ഷൻ സൈഡിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുകയാണ്. വളരെ മോശം അനുഭവമാണ് എനിക്ക് കിട്ടിയത്. വളരെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് അയാളുടെ പേര് വളരെ മോശമായിട്ട് ഞാൻ കാര്യം അറിയാതെയാണ് എന്നോട് സംസാരിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആരും അങ്ങനെ ഒരു സൈഡ് അറിയുമ്പോൾ മറു സൈഡ് ചോദിക്കണം. അല്ലാതെ അവര് പറഞ്ഞു അതങ്ങനെയാണെന്ന് ആക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശരിയാണ്? ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ അനുഭവം അവിടെ വന്നില്ല. നമ്മളിത് ഇപ്പൊ എത്ര നാളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിക്കാൻ. എന്നിട്ട് നമ്മൾ വർക്കിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നമ്മൾ ഇത്രയും അവിടെ വർക്ക് ചെയ്തത്. അല്ല, നിഹാസിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പൈസയല്ല അവന്റെ ഒരു ആഗ്രഹം, അഭിനയം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷം അവിടെ വർക്ക് ചെയ്തില്ലേ? അതെ അതെ. അല്ല, താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇറങ്ങി പോകാൻ. അതെ, ഞാനിപ്പോ നിഹാസിനെ ഇവിടെ വെച്ചെടുക്കാൻ കാരണം, പിന്നെ നമ്മുടെ യുവയെ വീട്ടിൽ പോയി എടുക്കാൻ കാരണമൊക്കെ ഈ ഒരൊറ്റ ഒരാൾ കാരണമാണ്. എനിക്ക് ഇതുവരെ ലൊക്കേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സുന്ദരിയിൽ ഉണ്ടായിട്ടേ ഇല്ല എനിക്ക് ഇതുവരെ. മണിയൻ ചേട്ടനായിക്കോട്ടെ നല്ല സപ്പോർട്ടാണ്, കൺട്രോളർ. അവിടെ നിൽക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ പേഴ്സൺസ് നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഇയാളുടെ ഒരു ബിഹേവിയർ, അതിലൊരു അഭിനയിച്ചൊരു സ്ത്രീ ചെന്ന് പറഞ്ഞു കൊടുത്തനുസരിച്ചിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ആരും ഒന്നും അന്വേഷിക്കില്ല, അവർക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത് അതുപോലെ. പക്ഷെ ആ പുള്ളിക്കാരി തിരിച്ച് വീണ്ടും നമ്മുടെ ട്രാക്കിൽ വന്നു അല്ലേ? നമ്മളോട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ എന്താണ് സത്യം എന്താണ്? ആ പുള്ളിക്കാരിയോട് ഈ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ പ്രൊഡ്യൂസറെ വിളിച്ചു പറയാം അല്ലേ നിഹാസ്? അപ്പൊ ആ പുള്ളിക്കാരൻ നമ്മളോട് അത് പറഞ്ഞു തന്നു. നമ്മളോട് പറഞ്ഞു, ഞാൻ പറയത്തില്ല, ഇതാണ് കാര്യം, എനിക്കന്ന് വിഷമം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്, അല്ല ഒന്നും അല്ല എന്നുള്ള കാര്യം നേരത്തെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് നിഹാസിന്റെ ഇന്റർവ്യൂ ഞാനൊരു എക്സ്ക്ലൂസീവായിട്ടൊരു ഇന്റർവ്യൂ തന്നെയാണ്. കാര്യം ആ ലൊക്കേഷൻ നടക്കുന്നത് എന്താണെന്നുള്ളത് അറിയണം. അതിനുവേണ്ടി തന്നെയാണ് നിഹാസിന് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ നമ്മളിപ്പോൾ ഒരു പൂജയിൽ വെച്ചിട്ട്, നമ്മളിപ്പോൾ ആറ്റിങ്ങൽ പൂജയിൽ ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ടെടുക്കുന്നത്. കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ചോദിക്കുന്നത് എവിടെ ആയിരിക്കുന്നതെന്ന്. പൂജയിലാണ്. നമുക്ക് വേറെ ലൊക്കേഷൻസ് അവൈലബിൾ ആയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് എടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല കുറെ പരസ്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം എന്താണ് അവിടുത്തെ ഒരു പ്രോബ്ലം? മീൻസ് അതായത് ഡയറക്ഷൻ സൈഡ് മാത്രമേ ഉള്ളൂ, പ്രൊഡ്യൂസർ സൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പ്രശ്നം നിലവിലിപ്പോ ഇല്ല. പക്ഷെ ഈ പറഞ്ഞ ബാക്കി ഡയറക്ഷൻ അവിടെയാണ് ഇപ്പൊ ഏറ്റവും പ്രശ്നം. അവരെന്താണ് അവിടെ പറയുന്നത് അതവിടെ കേൾക്കുന്നു. അത് സത്യാവസ്ഥ ആരും അന്വേഷിക്കുന്നില്ല. അതിന്റെ പിന്നിലുള്ള അന്വേഷിക്കുന്നത് അവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് അതേപോലെ കേൾക്കാൻ നിൽക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും മാക്സിമം അവിടെ വർക്ക് ചെയ്തു. നമുക്ക് കളഞ്ഞിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴേ നമുക്ക് വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ. പക്ഷെ ഇത് ഈ നിമിഷം വരെയും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അവര് ചാർട്ട് ചെയ്യത്തില്ല. ചാർട്ട് ചെയ്യുന്നാൽ നമുക്ക് ഡേറ്റിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയാണോ മനഃപൂർവ്വം ചെയ്യുന്നത്. ഞാനിപ്പോ ഇപ്പൊ തൊട്ട് മുന്നേ കഴിഞ്ഞ ഷെഡ്യൂളിൽ എനിക്ക് കുറച്ച് ഡേറ്റ് തന്നിരുന്നു. ആ ഡേറ്റ് തന്നിട്ട് ഇവിടുത്തെ ഡേറ്റ് ഞാൻ കൊടുത്തപ്പോൾ പുള്ളി പറയാൻ പറ്റത്തില്ല, ഞാൻ കൊടുത്ത ഡേറ്റൊക്കെ എനിക്ക് വേണം. അങ്ങനെ പുള്ളി അതൊരു ഇഷ്യൂ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുക അത് അങ്ങനെയൊന്നും പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് പറയണത്, എനിക്ക് തന്ന ഡേറ്റൊക്കെ പക്കയായിട്ട് വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അലമുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തന്ന ഡേറ്റിന് അവിടെ ജസ്റ്റ് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ അവർക്ക് അത്യാവശ്യം ഒന്ന് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് ആ ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മൾ ഈ ചാർട്ട് പൊളിച്ചിട്ട് അവർ ചെയ്യുന്നത്. എല്ലാവർക്കും ചാർട്ട് പൊളിക്കുന്ന നേരം പാടാണ്. ചാർട്ട് പൊളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഡേറ്റ് തന്നിട്ട് ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യാം എന്നാൽ ആ ഒരു ഡേറ്റ് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. രാത്രിയായിട്ടും അവിടെ നിന്ന് കോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉച്ചവരെ അവർ ചോദിച്ചു നാളെ വേണോ എന്ന്. രാത്രിയായിട്ട് ഇവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു നാളത്തേക്ക് വേണ്ടി. അവർ മിണ്ടിയിട്ടില്ല. രാത്രിയും വിളിച്ചില്ല, രാവിലെയും വിളിച്ചില്ല. എന്നെ ഈ ലൊക്കേഷനിൽ നിന്ന് വീണ്ടും വിളിച്ചു. ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തു. അവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്നെ ഡേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ആ ഡേറ്റ് അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചില്ല. മറ്റേത് മറ്റുള്ളവരുടെ മുന്നിൽ
ഞാൻ വർക്ക് ചെയ്യാൻ പാടില്ല, മനസ്സിലായി, അതാണ് ഒരു ഉദ്ദേശം. എന്നാൽ അവർ നിങ്ങൾ വർക്ക് ഡേറ്റും തരുന്നില്ല. ഡേറ്റ് തന്നതുമില്ല, തന്ന ഡേറ്റ് എന്നെ വിളിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചാർട്ടിലൊരു 13-14 2 ദിവസം ഡേറ്റ് വീണ്ടും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഡേറ്റ് അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഡേറ്റ് ഞാൻ വേറെ വർക്ക് എടുത്തിട്ടില്ല. ഞാൻ 11-ാം തീയതി രാത്രി ഞാൻ പ്രൊഡ്യൂസർ സൈഡിൽ തന്നെ മെസ്സേജ് ഇട്ടു. കാരണം ബാക്കി സൈഡ് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊന്നും അംഗീകരിക്കില്ല. ഞാൻ മെസ്സേജ് ഇട്ടു, ചേച്ചി ഇങ്ങനെയാണ് 12-13 എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, ഇതുവരെയ്ക്കും എന്നെ വിളിച്ചിട്ടില്ല. രാത്രിയായി, നാളെ രാവിലെ വർക്ക് തുടങ്ങാനാണ്, വിളിച്ചിട്ടില്ല. അയ്യോ അതെന്തോ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ ചേച്ചി ഇതിന് മുന്നേ 2 ദിവസം വേണമെന്ന് അത്യാവശ്യം പറഞ്ഞ് ലൊക്കേഷനിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോലും എന്നെ ലൊക്കേഷൻ അവിടത്തേക്ക് വിളിച്ചിട്ടില്ല, ഷൂട്ടിന് വിളിച്ചിട്ടില്ല. ആ 2 ദിവസം വെറുതെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ. മനഃപൂർവ്വം ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, അപ്പൊ അവിടെ ഒരു പ്രശ്നം നടക്കുമല്ലോ, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ എന്നെ അവിടെ വിളിച്ചിട്ടില്ല. ഈ 12-13 ഇതേപോലെ 2 ദിവസം ഡേറ്റ് എന്നിട്ട് എന്നെ വർക്കിന് വിളിച്ചില്ല. ഞാൻ വീട്ടിൽ ഇരുന്നു. ഇവർ ഇല്ലാത്ത ഡേറ്റ് നമുക്ക് അവർക്ക് കൊടുക്കണം. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് വർക്ക് വേണം. അപ്പം മനഃപൂർവ്വം ചെയ്തതാണ്. ആക്ച്വലി അപ്പം നിഹാസ് എവിടെയും പോകാനും പാടില്ല, അവരുടെ അടുത്ത് പോയോ വേണം. നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെയും വർക്ക് ചെയ്യാൻ, മനസ്സിലായോ? നമ്മുടെ ഈ പണിയൊക്കെ നിർത്തണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ ആവശ്യം. അതാണ് സത്യാവസ്ഥ. ഒന്നുമല്ല.